എലത്തൂർ സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി എൻസിപിക്കുള്ളിൽ തർക്കം രൂക്ഷമാണ്. മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ നീക്കം ശക്തമാക്കി കോഴിക്കോട് ജില്ലാ ഘടകം. പ്രശ്നപരിഹാരത്തിന് ദേശീയ നേതൃത്വത്തെ നേതാക്കൾ സമീപിച്ചു. ശരത് പവാറുമായി തോമസ് കെ തോമസ് അടുത്ത ദിവസം കൂടിക്കാഴ്ച നടത്തും. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഘടകം. എ.കെ. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമൊന്നുമല്ല, ഈ പൊട്ടലും ചീറ്റലും കുറേയായി എൻസിപിയിൽ തുടരുന്നതാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില തീരുമാനങ്ങൾ കെട്ടുറപ്പോടുകൂടി എടുക്കേണ്ട സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ പൊട്ടിത്തെറിയുണ്ടോ? ഇപ്പൊ നടക്കുന്നത് എന്താ? വളരെ കുറച്ച് നാളുകളായി ഈ നിലയിൽ എൻസിപിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് വരുന്നത്. കാരണം എ.കെ. ശശീന്ദ്രൻ മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ മറ്റൊരാൾക്ക് അവസരം നൽകണമെന്നൊരു ആവശ്യവുമായി പാർട്ടി തന്നെ രംഗത്ത് വരുന്നത്. പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെ രംഗത്ത് വരുന്നത്. അതായത് കഴിഞ്ഞ 30 വർഷമായി പാർലമെന്ററി പാർട്ടി രംഗത്ത് ഉള്ളൊരു നേതാവാണ് എ.കെ. ശശീന്ദ്രൻ. ഇനി പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരുന്നത്. പക്ഷേ എ.കെ. ശശീന്ദ്രൻ ഇപ്പോഴും മത്സര സന്നദ്ധനായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലടക്കം എ.കെ. ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് പി.സി. ചാക്കോ അടക്കമുള്ള ആളുകൾ ശശീന്ദ്രനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് അതിരൂക്ഷമായ രീതിയിൽ ശശീന്ദ്രനെ എതിർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത തിങ്കളാഴ്ച ഒരു പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. 500 പേരെയെങ്കിലും ഈ പ്രവർത്തക കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാൻ ഒരു നീക്കം കൂടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശശീന്ദ്രനെതിരെയുള്ള വികാരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് ഉറപ്പായും അവർ സംശയിക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ശശീന്ദ്രൻ മുക്കം മുഹമ്മദിനെ വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ കൺവെൻഷനുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൺവെൻഷനുമായി മുന്നോട്ട് പോകാൻ തീരുമാനം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നടക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷൻ പി.സി. ചാക്കോ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായിരിക്കും എൻസിപിയിലും അതോടൊപ്പം തന്നെ LDF-ലും ഉണ്ടാകാൻ പോകുന്നത്. LDF എലത്തൂർ സീറ്റ് അവരുടെ ഉറച്ച മണ്ഡലമായി തന്നെയാണ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എൻസിപിയിലെ ഇത്തരത്തിലുള്ള ഭിന്നത വലിയ തരത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയം CPM-ന് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നീക്കവും അവരുടെ ഭാഗത്ത് നടക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ NCP നേതാക്കളൊക്കെ ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ശശീന്ദ്രനെ മാറ്റണമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും ദേശീയ നേതൃത്വമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതേസമയത്ത് മുക്കം മുഹമ്മദ് ശക്തമായി തന്നെ മുന്നോട്ട് പോയും തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണം എന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിക്കുന്നില്ല. ഏതായാലും സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. തന്നെ കൂടി മത്സര രംഗത്ത് പരിഗണിക്കണം എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളടക്കം അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തും വരികയും ചെയ്തു. ഏതായാലും NCP-യിലെ തർക്കം അതിരൂക്ഷമാണ്. അത് LDF-നെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ NCP-യിലെ എതിർപ്പുകൾ എലത്തൂരിൽ തുടർന്നും കാണേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.